ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വയലിൻ ക്ലാസ്സസ് ഫോർ യൂട്യൂബ് ചാനൽ. ഞാനിപ്പം നാട്ടിലാണുള്ളത്, വെക്കേഷന് വേണ്ടി വന്നതാണ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കോട്ടയത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക, നമുക്ക് മീറ്റപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കാം, ലോക്കൽ നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പം തീർച്ചയായിട്ടും കോട്ടയത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ വിളിക്കുവാണെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ വയലിൻ വായിക്കുമ്പോൾ റൺസുകളൊക്കെ വായിക്കാറുണ്ട്. ഈ റൺസുകൾ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് എന്ന് ഒന്ന് പഠിപ്പിക്കുകയാണ്. അപ്പം റൺസുകൾ വായിക്കാൻ നമുക്ക് കുറച്ച് പ്രാക്ടീസ് വേണം. അപ്പം അതിന് കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകളുണ്ട്, അത് നിങ്ങളെ പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൺസൊക്കെ വായിക്കാൻ പറ്റും. അപ്പോൾ റൺസ് വായിക്കുന്ന ഒത്തിരി കുട്ടികൾ, അതായത് നല്ലോണം വായിക്കുന്ന കുട്ടികൾ റൺസ് വായിച്ചാൽ പോലും അത് കറക്റ്റായിട്ട് വരുന്ന കണ്ടിട്ടില്ല. അപ്പോൾ അത് നമ്മൾ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടമായാൽ, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് രണ്ട് ടൈപ്പ് റൺസാണ് നമുക്ക് വായിക്കാനുള്ളത്. ഒന്ന് സ്ലേർഡ് ബോയിലും ഒന്ന് സെപ്പറേറ്റ് ബോയിലും. അപ്പം ഒരു എക്സാമ്പിൾ കാണിച്ചാൽ, നമ്മൾ സ്ലേറിൽ വായിക്കണമെങ്കിൽ ഇതൊന്നും, അത് തന്നെ നമ്മൾ സെപ്പറേറ്റ് വായിക്കണമെങ്കിൽ ഇങ്ങനെ വായിക്കണം. അപ്പം നമുക്ക് ഇതെങ്ങനെ വായിക്കണം, മിക്കവരും വായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വായിക്കണേ. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ആയിപ്പോയി. കാരണം നമ്മുടെ ബോയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട്, അതും നമ്മുടെ ഫിംഗറും കൂടെ കൂടി വരുമ്പോഴാണ് നമുക്ക് ഈ റൺസുകൾ വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ബോ പിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ വളരെ റൺസുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വളരെ സ്മൂത്തായിട്ട് ബോ പിടിക്കണം. ഒരിക്കലും നമ്മൾ അത് ഹാർഡായിട്ട് പിടിക്കരുത്. അതുപോലെ റിസ്റ്റ് മൂവ്മെൻറ്റ്സ് നമ്മൾക്ക് വളരെ ഉണ്ടോ, ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എപ്പോഴും കൊടുക്കുന്ന നല്ലതായിരിക്കും. ഈ ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ, അത് നിങ്ങൾ ചെയ്യേണ്ട, ആദ്യം സെപ്പറേറ്റ് പോയി നിങ്ങൾ സാധാരണ വായിക്കുന്നത് അങ്ങനെ വായിക്കുന്നത്, ചെറിയൊരു മൂവ്മെൻറ്റ് റെസ്റ്റിന് കൊടുക്കണ്ടോ, ഈ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാം. അത് എല്ലാ സ്ട്രിങ്ങും ചെയ്യാം, അതുപോലെ എല്ലാ സ്ട്രിങ്ങും ചെയ്യാം. എന്നിട്ട് ഇതിന് നമ്മൾ ഒരു 4 നോട്ട്സ് എടുക്കാം. അതുപോലെ അടുത്ത സ്ട്രിങ്ങിൽ D2D ആണ് ഞാൻ വായിക്കുന്നത്. അത് അടുത്ത സ്ട്രിങ്ങിൽ എന്ന് വായിക്കാം. അത് 1 and 2 and 3 and 4 അത് ആദ്യം വായിക്കാം. അത് തന്നെ കുറച്ചുകൂടി സ്പീഡ് കൂടാം, അത് സ്പീഡ് കൂട്ടിയെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബോ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഫുൾ ബോയിൽ യൂസ് ചെയ്യുക. കണ്ടോ, അത് സ്പീഡിലാക്കി ഇങ്ങനെയാണ്. ഒറ്റ ബോയിലാക്കിയും കുഴപ്പമില്ല, അത് റിവേഴ്സും പോകാം. കണ്ടോ, ഇത് ഇങ്ങനെയാക്കുക. എന്നിട്ട് പതിയെ നമ്മൾ ഗ്രാജുവലി സ്പീഡ് കൂട്ടി വരുന്നു. കണ്ടോ, നമ്മുടെ റൈറ്റ് ഹാൻഡ് പോകുന്നുണ്ടോ. അതുപോലെ സെപ്പറേറ്റ് വായിക്കപ്പെടും. ഗ്രാജുവലി സ്പീഡ് കൂട്ടുക. ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെയിറ്റ് നമ്മൾ ഓവറായിട്ട് നമ്മുടെ ബോയിൽ കൊടുക്കുക എന്ന് വായിക്കാം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട്, നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റൺസുകൾ വായിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ഒക്ടേവ്സ് വായിക്കും. എക്സാമ്പിൾ 2 ഒക്ടേവ്സ് മീൻസ് നമ്മളിപ്പോൾ എ മേജർ സ്കെയില് ജി സ്ട്രിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇതുപോലെ വായിച്ചാകത്തുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ പതിയെ സ്ലോയിൽ നിങ്ങളതിനെ പ്രാക്ടീസ് ചെയ്തെടുക്കുക. വളരെ വളരെ സ്ലോയിൽ പ്രാക്ടീസ് ചെയ്ത് ഗ്രാജുവലി നിങ്ങളതിനെ സ്പീഡ് ആക്കി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളും, അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ അതിന് അല്ലെങ്കിൽ മാസങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അത് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡും കൂടെ മൂവ് ചെയ്യുമ്പോഴാണ്, മസിൽസൊക്കെ ഒന്ന് ഫ്രീ ആകുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് വായിക്കാവുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മളിലേക്ക് കടന്നു വരിക. പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട്, വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പം ഉടൻ തന്നെ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.